ഹായ് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അപ്പോൾ ഉച്ച കഴിഞ്ഞ സമയമാണ്. അപ്പം ഞാൻ ഇന്നത്തെ ടിപ്സ് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് കറുത്ത പാടുകളൊക്കെ വരുന്ന ആൾക്കാർ, അതായത് നല്ല രീതിക്കുള്ള മുഖത്ത് പാടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ടിപ്സ് പറയുന്നത് നിങ്ങൾ കേട്ട ശേഷം അതുപോലെ ചെയ്തു നോക്കുക. എന്നിട്ട് ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഞാൻ എൻ്റെ കഴുത്തിൽ മാല യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് കഴുത്തിൽ മാലയിട്ടാൽ ചിലപ്പോൾ അലർജി ഉണ്ട്. സ്വർണ്ണമാല അല്ല. അപ്പോൾ ഞാൻ ഈ ഒരു മുത്തിൻ്റെ മാല ഇടുന്നത് എടുത്തിട്ട്, അപ്പോൾ അതിട്ടാൽ എനിക്ക് അലർജി ഇല്ല. അപ്പോൾ ഞാൻ ഈ അലർജി വരുമ്പോഴെല്ലാം ഇങ്ങനെയുള്ള വീട്ടിൽ ചെയ്യുന്ന ഈ ടിപ്സുകൾ പരീക്ഷിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അലർജി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നത് കൊണ്ട് അത് പെട്ടെന്ന് മാറിപ്പോവും. ഇപ്പം കുരുക്കളോ പാടുകളോ ഒന്നും തന്നെ നമ്മുടെ ശരീരത്തില്ല. മുഖത്ത് ഈ കറുത്ത ഉണ്ണി അങ്ങനെയുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ ഉണ്ണി കരിച്ചിട്ടും വീണ്ടും കരിക്കാമെന്ന് വിചാരിച്ച് കരിച്ചു നോക്കിയിട്ട് വീണ്ടും വന്നതാണ്. കാരണം ജന്മന നമ്മുടെ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് വരുന്ന ആ ഉണ്ണി അത് മാറുന്നതല്ല. അപ്പോൾ ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി പറയാമെന്ന് എന്താണെന്ന് പറഞ്ഞാൽ, കരിമംഗല്യം പോലെ, കരിമംഗല്യം അല്ല, നല്ല രീതിക്കുള്ള കറുത്ത പുള്ളി, കുത്ത്, പാട് ഇതൊക്കെ വന്നിട്ട് മാറാതെ നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞൻ ടിപ്സാണ്. അതിന് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഉണങ്ങിയ തുളസിയില എടുക്കുക, കുറച്ച് ഒരു പിടി തുളസിയില. അതുപോലെ തന്നെ ആര്യവേപ്പിൻ്റെ ഇല, നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളതാണ് ആര്യവേപ്പിൻ്റെ ഇല. അതുപോലെ പാവലിൻ്റെ ഇല, ഇതിലേറ്റവും ഹൈലൈറ്റായിട്ട് വേണ്ടിയിട്ടുള്ളത് പാവലിൻ്റെ ഇലയാണ്. മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പാവലിൻ്റെ ഇല അരച്ചിട്ട് കഴിഞ്ഞാൽ കറുത്ത പാടും മെലാസ്മ മറ്റേ ഈ മുഖത്തെല്ലാം വരുന്ന അതെല്ലാം മാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടാനിനൊക്കെ പറ്റിയതാണ് ഈ പാവലിൻ്റെ ഇല. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഉണങ്ങിയ തുളസിയില, ഉണങ്ങിയ ആര്യവേപ്പിൻ്റെ ഇല, അതുപോലെ പാവലിൻ്റെ ഇല, പുതിനയില, ഇത് എല്ലാം കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത ശേഷം നല്ലതുപോലെ അരച്ചെടുത്ത ശേഷം ഈ ഒരു മിക്സ് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങളെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. വളരെ നല്ല റിസൾട്ടാണ്. കരിമംഗല്യം അല്ലെങ്കിൽ കരുവാളിപ്പ്, കറുത്ത പുള്ളി, അതായത് നമുക്ക് കരിച്ചെടുക്കാവുന്ന പുള്ളിയല്ല, അല്ലാതെ വരുന്ന കുത്തുകൾ, ടാന് കൊണ്ട്, അതുപോലെ വെയിലത്ത് പോകുമ്പോഴുണ്ടാകുന്ന കരിവാളിപ്പ് എല്ലാം മാറി മുഖം നല്ല മൃദുലവും സൗന്ദര്യവും ആവും. അപ്പോൾ കൂട്ടുകാർ ഈ ടിപ്സ് ഒന്ന് ചെയ്തു നോക്കുക. ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഇടുക. അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കുക. ഈ ഒരു ടിപ്സ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. വില കൊടുത്ത് വാങ്ങിക്കത്തക്ക യാതൊന്നുമില്ല, എല്ലാത്തിൻ്റെ ഇലകളാണ്. ഇതെല്ലാം നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തും കിട്ടുന്നതാണ്. ചിലപ്പം പാവൽ നടാത്ത ആൾക്കാർക്ക് 2-3 പാവയ്ക്ക് വാങ്ങിച്ച് കഴിച്ച ശേഷം അതിൻ്റെ വിത്തെടുത്ത് പാവിയാൽ അതിൻ്റെ ഇല കിട്ടും. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കും കൂട്ടുകാരെ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ ബൈ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടാറ്റാ.